ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്. എല്ലാവർക്കും അല്ലെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് ആൾക്കാർക്ക്, അതായത് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞു പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ മെറ്റേണിറ്റി പീരീഡ് ഉള്ള ആൾക്കാർക്ക് ആ സമയത്ത് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്. പലരും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. വാങ്ങിയവർക്ക് തന്നെ അത് ഉപയോഗിക്കാൻ അറിയാൻ മേലാതെയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ചിലർക്കെങ്കിലും ഇതൊരു യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്താ പ്രോഡക്റ്റ് എന്ന്. ഞാനും ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എന്താ പ്രോഡക്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഇത് റോബോസൺ എന്നുള്ള ബ്രാൻഡിൽ ഇറങ്ങിയിരിക്കുന്ന ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്, വിയറബിൾ. അപ്പം നമുക്കൊന്ന് നോക്കാം ഇത് എന്തൊക്കെയാണ് പ്രോഡക്റ്റ്, ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം, എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിൽ ആദ്യം നമുക്കിത് എന്തൊക്കെ പാർട്സാണ് ഇതിലുള്ളതെന്ന് നോക്കാം. ഇതെന്താണ് ആ പ്രോഡക്റ്റ്? ഇത് ഇതിൻ്റെ മോട്ടറാണ്. ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ പമ്പിങ് നടക്കുന്നത്. ഇതിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 മോഡിൽ ഇത് പ്രവർത്തിക്കും. 9 സ്പീഡിൽ പലതരം മോഡുണ്ട്. അത് എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സ്പ്രഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മിൽക്ക് എല്ലാവർക്കും പല രീതിയിലായിരിക്കും വരുന്നത്. അത് നമുക്ക് എങ്ങനെയാണോ അവരവരുടെ യൂസേജ് അനുസരിച്ച് ചെയ്യാം. അതിന്റെ മറ്റേ സൈഡ് ഒന്ന് നോക്കട്ടെ, ബാക്ക് സൈഡ് എങ്ങനെയുണ്ട് അതിന്റെ? ഓക്കെ, ഇതാണ് ഇതിന്റെ മോട്ടർ വരുന്നത്. ഇതിന്റെ മോട്ടർ വരുന്നത് ഇതാണ്. ഇതിന്റെ വെസൽ, ഓക്കെ, കപ്പെന്ന് നമുക്ക് പറയാം അല്ലേ? അതെ, കളക്ട് ചെയ്യുന്നതാണോ അതോ? കളക്ട് ചെയ്യുന്നത്. ഓക്കെ, മിൽക്ക് ഇതിൽ കളക്ട് ചെയ്ത് വെക്കാം. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കളക്ട് ചെയ്ത് വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീഡിങ് ടൈപ്പാണിത്. അപ്പോൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് അതാണ് ഇപ്പം നമുക്ക് കാണിക്കാനുള്ളത്. ഇതിന്റെ മോട്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഇതിന്റെ അടപ്പ്, ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ഇതിൽ കൂടെ നമുക്ക് നിപ്പിൾ അറ്റാച്ച് ചെയ്യേണ്ട 2 സൈസിലുള്ള നിപ്പിൾ കപ്പ് വരുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ 2 സൈസ് കിട്ടിയിരിക്കുന്നത്? പലർക്കും പല സൈസിലായിരിക്കുമല്ലോ നിപ്പിൾ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബോഡി നിപ്പിളിൽ വെക്കേണ്ടത്. ഈ സൈഡാണ്. ഇതാണ് കാണിച്ച് ക്ലിയർ ആയിട്ടൊന്ന്. ഓക്കെ, ഈ പാർട്ടാണ് നമ്മൾ നിപ്പിളിലേക്ക് വെക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ വെക്കും. ഓക്കെ, കപ്പിലേക്ക് ഇത് കണക്ട് ചെയ്യും. എന്നിട്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് കണക്ട് ആവും. ഇനി ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഭാഗം, അതിലേക്ക് ഇതാ ഈ ഭാഗം ഇറക്കി വെക്കണം. ടോപ്പ് ആ ടോപ്പിന് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് ഇവിടെ വെക്കണം. വാൽവിട്ട് അടച്ച് വെക്കും. എന്നിട്ട് ഇത് കാണുമ്പോൾ കുറെ അറ്റാച്ച്മെന്റ് ഉള്ള പോലെ ഉണ്ടല്ലോ, കോംപ്ലിക്കേഷൻ ഉണ്ടാവും? ഇല്ല, സിമ്പിളാണ്. അതിൽ ഓരോ നമുക്ക് തനിയെ തന്നെ ഫസ്റ്റ് ടൈം തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് എവിടെ വെക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇതാ ഇത്രയുള്ളൂ. ഇങ്ങനെ വെച്ചു. നിപ്പിളിന്റെ ഈ സൈഡ് വെച്ചു. അത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മോട്ടർ ഇതിൽ കണക്ട് ആണ്. മോട്ടർ എവിടെയാ കണക്ട് ചെയ്യാം? ഇതിൽ തന്നെ എല്ലാം എക്സ്പ്ലനേഷൻസും ഉണ്ടല്ലേ? ഉണ്ട്. മോട്ടർ വെച്ചു. അപ്പോൾ ഇതാണ് അതിന്റെ സെറ്റിംഗ്സ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ മോട്ടർ ഓൺ ആണ്. മോട്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേടിയാകുമോ? പവറൊക്കെ ഇല്ല, നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ല. കുഞ്ഞ് സക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യണം അല്ലേ? സ്പീഡ് മോഡ് പല മോഡുണ്ട്. ഓക്കെ, ഇത് 3 ഡിഗ്രിയിലാണ് പോകുന്നത് തോന്നുന്നല്ലേ? ഇപ്പൊ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. -ആയി. ഓക്കെ, ചെറിയ സ്പീഡ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. 9 വരെ ഉണ്ട്. ഓക്കെ,
9 വരെയുണ്ട്. അങ്ങനെ ഇനി ഇതിന്റെ ആ സൈഡ് ഇനി നമ്മൾ ഇത് മിൽക്ക് കളക്ട് ആയി കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ നിപ്പിളിൽ കൊടുത്ത് മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മിൽക്ക് കളക്ട് ആവും. ആവശ്യത്തിന് എത്രയാണോ നമുക്ക് വേണ്ടത്. ഇവിടെ മാർക്കിംഗ് ഉണ്ട്, ഓക്കെ, എത്ര ml ആണ് വന്നത് എന്നുള്ളത്. 150 വരെ ഇതിൽ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിഡ്, ഒരു ക്യാപ്പ് ഉണ്ട് അല്ലേ, സ്റ്റോപ്പർ ഉണ്ട്. ഓക്കെ, ആ സ്റ്റോപ്പർ ഇതെല്ലാം ഇതിന്റെ കൂടെ അറ്റാച്ച്മെന്റ് കിട്ടുന്നു. ഈ വാൽവും സ്റ്റോപ്പറും എക്സ്ട്രാ ഉണ്ട്. ഇത് നമ്മൾ ഇവിടെ വെക്കണം. ഇതെടുത്ത് കളയാം. മോട്ടർ എടുത്ത് മാറ്റാം അല്ലേ. മിൽക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ നനയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം നമുക്ക് ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കും വേണമല്ലോ. ഈ മോട്ടർ മാത്രം നമുക്ക് ഒരിക്കലും വെള്ളം തട്ടാതെ ശ്രദ്ധിക്കണം. ഇത് ഇവിടെ ഒരു കാണുന്നുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ മിൽക്ക് ഇതിനകത്ത് കളക്ട് ആയി. അപ്പൊ നമുക്ക് വേറെ ഇവിടെ വേറൊരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, ഇതിൽ കൂടിയാണോ നമ്മൾ പുറത്തേക്ക് ഏത്. അപ്പൊ നമുക്ക് കളക്ട് ചെയ്യാൻ വേറൊരു വെസൽ വെക്കണം അല്ലെ, ചെറിയൊരു ബോട്ടിലോ എന്തെങ്കിലും വെക്കണം അല്ലെ. ഒന്നെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽ വെക്കാം, അല്ലെങ്കിൽ സ്റ്റീലിന്റെ കണ്ടെയ്നർ ഏതെങ്കിലും സ്പൂൺ കൊണ്ട് ഫീഡ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് വളരെ സോഫ്റ്റ് ആണ്, സിലിക്കോൺ ആണിത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്യാനും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയൊരു പ്രോഡക്റ്റാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക അത്യാവശ്യമുള്ളവർ. അപ്പോൾ ഈ ബ്രാൻഡാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. വേറെ ബ്രാൻഡും അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഇത് വളരെ നല്ലതാണ്. നമ്മൾ യൂസ് ചെയ്ത് കണ്ടത് കൊണ്ടാണ് എല്ലാവർക്കും ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അതിൻ്റെ യൂസർ മാനുവലും ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ നോക്കിയിട്ടും പരിചയപ്പെടാവുന്നതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ. റോബോസൺ എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്. വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, 1 ഇയർ വാറണ്ടി വരുന്നു. ഓക്കെ, റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ആണോ അതോ സർവീസ് വാറണ്ടി 1 ഇയർ ഉണ്ട്. ഓക്കെ, മിൽക്കിംഗ് മദേഴ്സിന് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ.